എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാന്റെ വിദേശകാര്യ മന്ത്രിയായ ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു. ഏകദേശം 8 ദിവസമാണ് ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്തത്. സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഡെലിഗേറ്റ് മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ മാക്സിമം 4 ദിവസം, അതിൽ കൂടുതൽ ആരും സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ ആമിർ ഖാൻ മുത്താക്കി 8 ദിവസമാണ് സ്പെൻഡ് ചെയ്തത്. ഇതിൽ ഏകദേശം 2 ദിവസം അടുപ്പിച്ചിട്ട് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലുമായിട്ട് ആമിർ ഖാൻ മുത്താക്കി ചർച്ച നടത്തി. പിന്നെ ഒട്ടുമിക്ക പ്രധാനമന്ത്രി ഒഴികെ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറായിട്ട് സംസാരിച്ചു, നിതിൻ ഗഡ്കരിയായിട്ട് സംസാരിച്ചു, അമിത്ഷായിട്ട് സംസാരിച്ചു, രാജ്നാഥ് സിംഗായിട്ട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു 8 ദിവസത്തെ ഒരു ലെങ്തി ഒരു വിസിറ്റ് ആയിരുന്നു ആമിർ ഖാൻ മുത്താക്കി നടത്തിയത്. അപ്പോൾ ആ സമയത്ത് തന്നെ വലിയ രീതിയിൽ ചർച്ച ഉയർന്നിരുന്നു. എന്തുകൊണ്ടാണ് ആമിർ ഖാൻ മുത്താക്കി, അതായത് താലിബാൻ ഇന്ത്യ ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചില്ല, അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഭരിക്കുന്നത് ഇപ്പം താലിബാനാണ്. അപ്പോൾ താലിബാൻ ഒരിക്കലും അംഗീകരിക്കാത്ത സ്ഥിതിക്ക് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ ഡീലുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല? പക്ഷേ 8 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇയാൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും വളരെ രീതിയിൽ കൂലങ്കഷമായ ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ചില ക്രെഡിബിൾ മാധ്യമങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ, അതായത് ഇന്ത്യയും താലിബാനും തമ്മിൽ ഒരു സൈനിക കരാർ ഉടൻ ഒപ്പുവെക്കാൻ പോകുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്ത. അപ്പോൾ അതിൻ്റെ ഫൈനലൈസേഷനും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അജിത് ഡോവലിന് നിർണായക റോളുണ്ട്. അതായത് സൈനിക കരാർ ഒപ്പുവെക്കുമുണ്ടല്ലോ, ഈ അഫ്ഗാനിസ്ഥാനിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇന്ത്യ ചിലപ്പം പ്രൊവൈഡ് ചെയ്യും. അതൊക്കെ അത്തരത്തിലും ക്ലോസുകൾ അതിലുണ്ടാകാം. നമുക്കൊരു അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ എയർഫോഴ്സില്ല, നേവിയില്ല, കരസേന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സൈനിക ഉടമ്പടി വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നറിയാം? അതായത് നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടു പാക് നാറ്റോ എന്നാണ്. അതായത് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു വലിയ കരാർ ഉടമ്പടി സൈൻ ചെയ്തു. ആ ഉടമ്പടിയിൽ എന്താ പറയുന്നത്? അതായത് ഈ 2 രാജ്യങ്ങളും അത് പാകിസ്ഥാനും സൗദിയും മറ്റു രാജ്യങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ 2 പേരും കൂടി ആക്രമിച്ച ആളെ തിരിച്ചടിക്കും എന്നുള്ള ഒരു വലിയൊരു ക്ലോസ് അതിലുണ്ടായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തൊന്നും അത് കണ്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സൗദിക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ട്. അതായത് പാകിസ്ഥാനെ പോലുള്ള ഒരു ഗുണ്ടാപ്പണിയുമായി നടക്കുന്ന, തീവ്രവാദമായി നടക്കുന്ന, അതായത് ആണവോർജ്ജം കയ്യിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തെ കൂട്ടുപിടിച്ചിട്ട് ഈ സൗദിക്ക് പലതും നേടാനുണ്ട്. ഇത് തന്നെയാണ്. അത് GCC രാജ്യങ്ങൾക്ക് ആർക്കും ഈ ആണവോർജ്ജം കയ്യിലില്ല. പാകിസ്ഥാൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഈ ഗുണ്ടയെ കൊണ്ടു നടക്കുന്നു. അതാണ് ഈ പാക് നാറ്റോ എന്ന് പറയുന്നത്, സൗദിയും പാകിസ്ഥാനും ഒപ്പുവെച്ചത്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനിലോട്ട് വരുമ്പോഴുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഫ്ഗാനിസ്ഥാനെ അവിടെ ഭരിക്കുന്ന താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ അംഗീകരിച്ചില്ല. ലോകത്തിലെ റഷ്യ മാത്രമേ അവിടെ ഫ്ലാഗ് പോലും അനുവദിച്ചുള്ളൂ. അപ്പോൾ ഈ ആമിർ ഖാൻ മുത്താക്കിയുടെ ആ വിസിറ്റിൽ ഒരു കാര്യം ഉരുത്തിരിഞ്ഞിരുന്നു. അതായത് അഫ്ഗാൻ്റെ ഒരു എംബസി ഇന്ത്യയിൽ തുറക്കുക, ഇന്ത്യയിലും ഒരു എംബസി, അത് അഫ്ഗാനിൽ ഒരു എംബസി ഇന്ത്യ തുറക്കും, ഇന്ത്യയിൽ അഫ്ഗാൻ്റെ ഒരു എംബസിയും തുറക്കും. ഇങ്ങനെയൊരു ഒരു കാര്യം മാത്രമാണ് ഉരുത്തിരിഞ്ഞു വന്നത്. പക്ഷേ അതിന് പിന്നിൽ ഈ സൈനിക കരാർ തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഏകദേശം 2300 കിലോമീറ്ററാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 300 കിലോമീറ്ററോളം ഈ POKയിലാണ്. അപ്പോൾ ഇൻ കേസ് നാളെ ഇന്ത്യക്ക് POK പിടിക്കണമെങ്കിലും പെട്ടെന്ന് ഈ അഫ്ഗാനിസ്ഥാൻ്റെ ഈ 300 കിലോമീറ്ററിൽ, അത് തന്ത്രപ്രധാനമായ ഏരിയയാണ്. ആ 300 കിലോമീറ്റർ എന്ന് വെച്ചാൽ വളരെ ക്രൂഷ്യലാണ്. അത് പെട്ടെന്ന് നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട്, അത്തരം ഒരു സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ഈ POKയിലൂടെ കടന്നു കയറുകയും അങ്ങനെ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യാം. അത് ഒരു കാര്യം ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. പിന്നെ നിരന്തരം ഇന്ത്യ ഇപ്പോൾ വലിയ രീതിയിൽ സാമ്പത്തികമായി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഇനിയും പാകിസ്ഥാൻ ഇവിടെ അടിക്കുന്നു. അപ്പോൾ ഇവന്മാരെ പുറകെ, ഈ ഗുണ്ടയുടെ പുറകെ നമുക്ക് പോകാൻ സമയമില്ല. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ അമേരിക്കയും ചൈനയും അവരൊക്കെ കടപിടിക്കുന്ന തരത്തിൽ 2ാം സ്ഥാനത്തേക്ക് 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലെവലിൽ നമ്മൾ വലിയ രീതിയിലുള്ള വികസനം മുന്നിൽ കണ്ട് മുന്നേറുമ്പോൾ ഈ ഇടയ്ക്കിടെ വന്നിട്ട് ഈ ഗുണ്ടകളായിട്ടുള്ള മൽപ്പിടുത്തമുണ്ടല്ലോ, ഈ പന്നിയുടെ മൽപ്പിടുത്തത്തിന് നിൽക്കാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ, നമ്മുടെ ദേഹത്ത് ചെളിയാവും. അതുമാതിരിയാണ് ഇവരെ, അതായത് പന്നി വെടിവെച്ച് ചൊല്ലുക, അത് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനെ ഏൽപ്പിക്കാൻ പോവുകയാണ് അത്തരത്തിലുള്ള. അപ്പോൾ ഈ നേരത്തെ സൗദിയും പാകിസ്ഥാനും ഒപ്പുവെച്ച ആ ഒരു നടപടി ആരെങ്കിലും തങ്ങൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ തിരിച്ചടിക്കുന്നില്ലേ? ഇതിൽ ഞങ്ങൾ സൈനികമായിട്ടും എല്ലാവിധ സഹായങ്ങളും അഫ്ഗാനിസ്ഥാന് കൊടുക്കും. അവർക്ക് അത്തരത്തിലുള്ളൊരു സംവിധാനങ്ങളില്ല. അപ്പോൾ ഈ 2300 കിലോമീറ്ററും ക്രൂഷ്യലായ 300 കിലോമീറ്റർ എന്ന POKയുടെ ബോർഡറൊക്കെ അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഭാവിയിൽ ഇന്ത്യക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടും. പിന്നെ അതുമാത്രമല്ല, ഈ ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ ഉണ്ടായിട്ട് അവിടുന്ന് ഏകദേശം ഒരു 10-12 ട്രക്കുകളാണ് മരുന്നുകളൊക്കെ ആയിട്ടുള്ള ഒരു ആംബുലൻസാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അതിൽ പിന്നീട് വന്ന വാർത്തകൾ പ്രകാരം അതിൽ മരുന്നുകളൊന്നും ആയിരുന്നില്ല, അതായത് അതിൽ നിറയെ ആയുധങ്ങളായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ വലിയ രീതിയിൽ ഇവർ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒന്നുമില്ലാത്ത, അതായത് ആയുധം ഒന്നുമില്ലാത്ത ഒരു എയർഫോഴ്സോ ഇതൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അവർ പെട്ടെന്ന് പാകിസ്ഥാനിലെ പല സൈനിക ക്യാമ്പുകളിലൊക്കെ കയറി അടിക്കുന്നു. അതായത് അവർക്ക് മനസ്സിലായി ഇത് ഇവരുടെ പുറകിൽ ഇന്ത്യ തന്നെയാണെന്ന്. അവർക്ക് മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓപ്പറേഷൻ സിന്ദൂറിൽ ഓൾറെഡി കണ്ടാണ് എന്തൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിച്ച്, അവരുടെ വാർ സ്ട്രാറ്റജി എന്താണെന്നൊക്കെ നന്നായിട്ട് മനസ്സിലായി. അതായത് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചത്. അപ്പോൾ സെയിം സ്റ്റൈൽ ഓഫ് അറ്റാക്കാണ് ഇപ്പം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള ഈ കരാർ പ്രാബല്യത്തിൽ കടലാസിൽ സൈൻ ചെയ്ത് വന്നില്ലെങ്കിലും ഇന്ത്യ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അഫ്ഗാനിസ്ഥാനെ. അതായത് നമ്മുടെ ശത്രുവിനെ തീർക്കാൻ വേണ്ടിയിട്ട് അവരെ
നമ്മുടെ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്ത്യ ജിയോ പൊളിറ്റിക്സ് ഇത് വെച്ച് നോക്കുകയാണ് വലിയ രീതിയിൽ, അതായത് ഈ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരുപാട് മിനറൽസും ധാതുക്കളൊക്കെ ഒരു ഡെപ്പോസിറ്റുള്ള ഒരു സ്ഥലമാണ്. ഭാവിയിൽ ഇത് ഇന്ത്യക്ക് മൊത്തം എന്ന് പറയുന്നത് കിട്ടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവരാവശ്യപ്പെടുന്നത് ഇന്ത്യ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ രീതിയിലുള്ള സ്കൂളുകൾ പണിയുക, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, പിന്നെ അത് മാത്രമല്ല മരുന്നുകൾ, കമ്പിളി, ഗോതമ്പ്, ബാർലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഇന്ത്യയാണ്. അവർക്ക് അത് മതി. അപ്പോൾ ഇന്ത്യ നമ്മളെ ദൈവമായിട്ട് കാണുന്നു എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വന്നിട്ട് ആമിർ ഖാൻ മുത്താക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ത്യക്ക് അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. ഈ ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്ഥായീയ ശത്രു, സ്ഥായീയ മിത്രമോ ആരുമില്ല. മുമ്പ് നമുക്കറിയാം ഇതേ താലിബാൻ തന്നെയാണ് 2001 നമ്മുടെ എയർ ഇന്ത്യയുടെ വിമാനം തട്ടിക്കൊണ്ടുപോയി കാണ്ഡഹാറിൽ ഇതുണ്ടായില്ലേ. അപ്പോൾ അതും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയ ആൾക്കാർ തന്നെ. ഇപ്പം ജിയോ പൊളിറ്റിക്സിലെ മാറ്റം വരുമ്പോൾ ഇതേ താലിബാനെ തന്നെ നമ്മൾ വളരെ സുഹൃത്തുക്കളായി കാണുന്നു, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ എന്ത് തന്നെയാലും പാകിസ്ഥാൻ്റെ ഉറക്കം കെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഒരു സൈനിക കരാറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നിലവിൽ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലെ ബുദ്ധിമുട്ട് പാകിസ്ഥാൻ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് നിങ്ങൾ മറ്റൊരു വാർത്ത കൂടി ശ്രദ്ധിച്ചാണ്. ഈ അടുത്ത കാലത്ത് തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിൽ സൈനിക സഹകരണം നടത്താൻ പോകുന്നു. രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് ആയുധങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു. ഈ പാകിസ്ഥാനി പട്ടിണിയും പരിവുമായി നടക്കുന്ന പാകിസ്ഥാനി എവിടെ നിന്നാണ് പണം? ആയുധങ്ങൾ തുർക്കിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ആയുധങ്ങൾ നിർമ്മിക്കാൻ എവിടെ നിന്നാണ് പണം? ഇല്ല, സംഭവം 5 പൈസയില്ല. പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ്. ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മുടെ സിന്ധു നദീ ജല കരാറൊക്കെ ഫ്രീസ് ചെയ്തില്ല ഇന്ത്യ. അപ്പോൾ പഞ്ചാബ് സിന്ധ് ആ ഏരിയയിലേക്ക് വലിയ രീതിയിലുള്ള വെള്ളം കിട്ടാതെ പാകിസ്ഥാൻ ആ ഏരിയയിൽ കൃഷികളൊക്കെ നശിച്ചു പോകുന്നതാണ്. ആ ഏരിയയിൽ നിന്നാണ് പാകിസ്ഥാൻ്റെ GDP ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ പോകുന്നത്. അത് എന്നേക്കുമായി കൃഷികളൊക്കെ ആകെ വറ്റി വരണ്ട് ഉണങ്ങിയ അവസ്ഥയിലാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളൊക്കെ ഭയങ്കര കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിന്ധ് പ്രവിശ്യയിലൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വലിയ രീതിയിൽ സിന്ധ് ഫ്രീ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാജ്നാഥ് സിംഗിനെ പറഞ്ഞു. നാച്ചുറലി കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിന്ധ് പ്രവിശ്യയ്ക്ക് നമ്മുടെ ഭാഗമാകും എന്ന തരത്തിലുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു പ്രതിനിധി, ഒരു മന്ത്രി ഒഫീഷ്യലായി പറയാത്തൊരു കാര്യമാണ്. അതായത് വേറൊരു രാജ്യത്തിന് കൈവശം ഇരിക്കുന്ന ആ ഒരു സ്ഥലം നമ്മുടെ ഒഫീഷ്യലി നമ്മുടെ ഭാഗമാകുന്നത് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്ത് തന്നെയാലും ഇത്തരത്തിലുള്ള വലിയ വലിയ നീക്കങ്ങളാണ് ഈ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരും കട്ടക്ക് സപ്പോർട്ടാണ്. എന്താണ് വേണ്ടത്, ഇന്ത്യ എന്താണ് പറയുന്നത് അതനുസരിച്ച് ഇന്ത്യ 10 പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ടുവരുന്നു പറയുന്ന രീതിയിലാണ് അഫ്ഗാനിസ്ഥാൻ പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഈ അടുത്ത കാലത്ത് നടന്ന ആമിർ ഖാൻ മുത്താക്കിയുടെ വിസിറ്റിൽ ഒരുപാട് ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു ഫൈനൽ രൂപരേഖ തയ്യാറായിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ധൃതി പിടിച്ച് തുർക്കിയായിട്ട് കരാർ ഒപ്പിടാൻ പോകുന്നത്. അതായത് ഒരു ആയുധ നിർമ്മാണ കരാർ ഒപ്പിടാൻ പോകുന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. ഇന്ത്യയിൽ ഈ കേരളത്തിലടക്കം വലിയ രീതിയിൽ ചർച്ച നടത്തിയിരുന്നു. അതായത് തുർക്കിയും പാകിസ്ഥാനും ഒരു ആയുധ ഉടമ്പടി ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വലിയ രീതിയിൽ ഭീഷണിയാകും. ഇതാണ് ഭാവിയിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വലിയൊരു കോൺഫിഡൻസ് പാകിസ്ഥാന് കിട്ടും. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ പാകിസ്ഥാനിലൊക്കെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങനെയാണോ അതായത് സ്വയം പര്യാപ്തത നേടി ആയുധ ഇതിൽ, അതായത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പരിപാടിയിൽ ഒരുപാട് ലോക്കൽ മെയ്ഡ് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ശരിക്കും ലോകത്തിന് കാണിച്ചു കൊടുത്തത് നമ്മുടെ പവർ എന്താണെന്ന്. അപ്പോൾ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ പറഞ്ഞാൽ തുർക്കിയും പാകിസ്ഥാനും അത്തരത്തിലൊരു ഇത് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ചെയ്ത അതേ ലെവലിൽ കാര്യങ്ങൾ പാകിസ്ഥാനിൽ നടക്കും. പാകിസ്ഥാൻ ഭയങ്കര കുതിപ്പായിരിക്കുന്നൊക്കെ ഇവിടെ ഇരുന്ന് ചില സുഡാപ്പികളൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സൈനിക കരാർ ഉടൻ പ്രാബല്യത്തിൽ വരട്ടെ. അതായത് കടലാസിൽ പ്രാബല്യത്തിൽ വരട്ടെ. ആയുധങ്ങൾ കൊടുക്കട്ടെ. നമുക്ക് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് അഫ്ഗാനിസ്ഥാൻ ഉപയോഗിക്കാം. ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ ശത്രുവിനെ അടിക്കാൻ വേണ്ടി അഫ്ഗാനിസ്ഥാൻ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.